ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ സേനകൾക്ക് ശക്തി പകരുന്ന കരുത്തുറ്റ തപസ് ഡ്രോൺ വ്യോമസേനയുടെ ഭാഗമാകുന്നു. അൺമാൻഡ് ഏരിയൽ വെഹിക്കിളായ UAV 10 തപസ് ഡ്രോണുകൾ വാങ്ങുവാനാണ് വ്യോമസേന കേന്ദ്ര സർക്കാരിന് ശുപാർശ സമർപ്പിച്ചിരിക്കുന്നത്. 10ൽ 6 ഡ്രോണുകൾ വ്യോമസേനയ്ക്കും 4 നാവികസേനയ്ക്കുമാണ്. ഇക്കാര്യത്തിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ IST-AR ആവശ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് DRDO തപസ്സിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. 28,000 അടി ഉയരത്തിൽ വരെ പറക്കാൻ സാധിക്കുന്ന തപസ്സിന് നിർത്താതെ 18 മണിക്കൂർ വരെ പറക്കാനും ശേഷിയുണ്ട്. തപസ്സിന് സ്വയം നിയന്ത്രിക്കാനും അല്ലെങ്കിൽ വിദൂര നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭൂമിയിൽ നിന്ന് നിയന്ത്രിക്കാനും സാധിക്കും. DRDO ആണ് തപസ് വികസിപ്പിച്ചിരിക്കുന്നത്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡുമാണ് ഡ്രോണുകൾ നിർമ്മിക്കുന്നത്. UAVക്ക് വേണ്ട എല്ലാ തരത്തിലുമുള്ള ആധുനിക പ്രതിരോധ ഉപകരണങ്ങളും തപസ്സിലുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. പറക്കുന്നതിനിടെ പോർ വിമാനങ്ങളോ മറ്റോ അടുത്തെത്തിയാൽ അത് ശത്രുവാണോ മിത്രമാണോ എന്ന് തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളും തപസ്സിലുണ്ട്. ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുമുണ്ട്. നിലവിൽ ഇസ്രയേലി സാങ്കേതിക വിദ്യയാണ് UAVകളുടെ കാര്യത്തിൽ ഇന്ത്യ ആശ്രയിക്കുന്നത്. ഇസ്രയേലിൽ നിന്നും ഹെറോൺ സെർച്ചർ ഡ്രോണുകൾ ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നു. തപസ് എത്തുന്നതോടെ ഇക്കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തമാക്കുകയാണ്. വടക്കു പടിഞ്ഞാറൻ അതിർത്തി മേഖലകളിൽ നിരീക്ഷണത്തിന് തപസ് ഉപയോഗിക്കാനാവും. ആത്മനിർഭർ ഭാരത് പദ്ധതിയിൽ നിർമ്മിച്ച 1.6 ലക്ഷം കോടിയുടെ 180 LCA മാർക്ക് 1A 156 LCH ആക്രമണ ചോപ്പേഴ്സ് എന്നിവ അടുത്തിടെ വ്യോമസേന വാങ്ങിയിരുന്നു. തപസ്സിൽ കൂടുതൽ ആധുനിക സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള UAVയാണ് ആർച്ചർ. ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് ആർച്ചറിന്. 30,000 അടി ഉയരത്തിൽ വരെ ആർച്ചറിനെ പറത്താനാണ് DRDOയുടെ ശ്രമം. നിലവിൽ ഇസ്രയേലി സാങ്കേതിക വിദ്യയാണ് UAVകളുടെ കാര്യത്തിൽ ഇന്ത്യ ആശ്രയിക്കുന്നത്. ഇസ്രയേലിൽ നിന്നും ഹെറോൺ സെർച്ചർ സെക്കൻഡ് ഡ്രോണുകൾ ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നു. തപസ്സിന്റെയും ആർച്ചറിന്റെയും വരവ് UAVകളുടെ കാര്യത്തിൽ ഇന്ത്യക്ക് വലിയ നേട്ടമാകുമെന്നാണ് കരുതപ്പെടുന്നത്. 2013 സെപ്റ്റംബറിൽ ബംഗളൂരുവിനടുത്തുള്ള കോലാർ എയർഫീൽഡിൽ റെസ്റ്റം 2 ഫുൾ പവർ ടാക്സി ട്രയൽ ആരംഭിച്ചു. ഇത് ഇന്ത്യയിലെ 3 സായുധ സേനകൾക്കും ഇന്റലിജൻസ് നിരീക്ഷണ രഹസ്യ അന്വേഷണ റോളുകൾ നിർവഹിക്കും. ഈ തദ്ദേശീയ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് ഇൻഡ്യൂറൻസ് മൾട്ടിറോൾ ഡ്രോൺ ഇന്ത്യൻ സായുധ സേനയ്ക്ക് അതിന്റെ നിരീക്ഷണ ശേഷിക്കും അതുപോലെ ആളില്ലാ സായുധ യുദ്ധവാഹനമായി ഉപയോഗിക്കാനും ഒരു മുതൽക്കൂട്ടാകും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിൽ ബംഗളൂരുവിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയുള്ള ചള്ളക്കരയിൽ 2016 നവംബർ 16 തപസ് BH-201 വിജയകരമായ ആദ്യ പറക്കൽ നടത്തി. ടേക്ക് ഓഫ്, ലാൻഡിംഗ്, മറ്റ് പാരാമീറ്ററുകൾ എന്നിവയ്ക്കായി ഇത് പരീക്ഷിച്ചു. പൈലറ്റില്ലാത്ത 10 UAVകൾ 1 വർഷത്തിനുള്ളിൽ നിർമ്മിക്കും. സർട്ടിഫിക്കേഷൻ പ്രക്രിയ ആരംഭിക്കുന്നതിന് മുമ്പുള്ള പരീക്ഷണത്തിനായി ആദ്യത്തേതിനേക്കാൾ വിപുലമായ 9 പ്രോട്ടോടൈപ്പുകൾ പിന്തുടരും. തുടക്കത്തിൽ DRDO മേധാവി S. ക്രിസ്റ്റഫർ റെസ്റ്റോ സെക്കൻഡ് ആയുധം നിഷേധിച്ചു. റെസ്റ്റോ സെക്കൻഡ് എസ്ട്രോ എഞ്ചിന്റെ പവർ പ്ലാന്റ് ഉപയോഗിക്കുന്നതായി വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ചൈനീസ് കമ്പനിയായ വാൻഫെങ് ഓട്ടോ ഹോൾഡിംഗ് ഗ്രൂപ്പ് 2016 ഡയമണ്ട് എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് വഴി ഇത് ഏറ്റെടുത്തതായി DRDOയുടെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണമൊന്നും ഉണ്ടായിരുന്നുമില്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.